പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി മലയാളം. എന്റെ വന്ദനം. ആദ്യം തന്നെ ഏവർക്കും എന്റെ ഓണാശംസകൾ. അങ്ങനെ ഒരു ഓണക്കാലം കൂടി വന്നെത്തി. ഈ ഓണക്കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വർഷം ഓണക്കാലം ആഘോഷിക്കുന്നത് കൊറോണയുടെ പശ്ചാത്തലത്തിലാണ്. ഈ വർഷം നമ്മൾ മാവേലി തമ്പുരാനെ വരവേൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പൂക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പൂക്കളമിട്ടാണ്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ പൂക്കളത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു. അതുമാത്രമാണോ, ഓണസദ്യ ഹോട്ടലുകളിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ വീടുകളിൽ തന്നെ സദ്യ ഒരുക്കുന്നു. ചിലരെങ്കിലും ഇപ്രാവശ്യം സദ്യ ഉണ്ടാക്കുന്നത് സ്വന്തം മണ്ണിലുള്ള പച്ചക്കറികൾ കൊണ്ടാണ്. ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ വരുമ്പോൾ സ്വീകരിക്കാൻ എല്ലാവരും അവരുടെ വീടുകളിൽ തന്നെ ഉണ്ട്. മാവേലി തമ്പുരാൻ നാട് ഭരിച്ചിരുന്നപ്പോൾ എല്ലാ മനുഷ്യരും ഒരുമിച്ച് സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമൊട്ടിനദാനം. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഇല്ല പാരിൽ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമൊട്ടില്ലതാനും. നമ്മൾ കൊറോണ എന്ന ഈ മഹാവിപത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ച് പരസ്പരം സഹായിച്ചു ജീവിക്കുന്നു. മാവേലി തമ്പുരാൻ വരുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് അറിയാമോ? നമ്മൾ മനുഷ്യരെല്ലാം സന്തോഷത്തോടെ പരസ്പരം സ്നേഹിച്ച് ഒത്തൊരുമയോടെ ജീവിക്കുന്നു എന്നാണ്. നമ്മൾ മനുഷ്യരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ കൊറോണ എന്ന മഹാമാരിയെ ഇവിടെ നിന്നും തുരത്താം. അടുത്ത ഓണക്കാലം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പൂക്കളത്താൽ നമ്മൾക്ക് മഹാബലി തമ്പുരാനെ വരവേൽക്കാം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഓണ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് നമസ്കാരം. കൊറോണ കാലത്തെ മാവേലിയുടെ വരവ് എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കേരളത്തിൽ എല്ലാ വർഷവും തന്റെ പ്രജകളെ കാണാൻ വരുന്ന മാവേലിക്ക് തന്റെ പ്രജകൾ എല്ലാവരും ഇക്കുറി വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ആകെ വിഷമത്തോടെയും ഭയത്തോടു കൂടിയുമാണ് കേരളത്തിലെത്തിയത്. തന്റെ കൺമുന്നിൽ കാണുന്ന പ്രജകൾ എല്ലാവരും വായുമൂക്കും മറിച്ചിരിക്കുന്നു. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് അവർ തമ്മിൽ 1 മീറ്റർ അകലം.
ആരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ല. അദ്ദേഹത്തിന്റെ കേരളത്തിലെ മാറ്റങ്ങൾ അദ്ദേഹത്തെ വളരെ വിഷമിപ്പിച്ചു. കൊറോണ എന്ന മഹാമാരി വന്ന് തന്റെ ഉച്ചവരെയും ഉദയവരെയും നഷ്ടപ്പെട്ടവരുടെ അലമുറയിട്ടുള്ള കരച്ചിൽ. അധികാരക്കൊതിക്കായി രാഷ്ട്രീയക്കാർ ഉന്തും തള്ളും. അതിനിടയ്ക്ക് പ്രളയം മൂലം വീടും കുടുംബവും നഷ്ടപ്പെട്ടവർ. ആകെ കേരളം ഒരു ഭ്രാന്താലയമായി മാറിയിരിക്കുന്നു. ഇതിനിടയിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഓടിയെത്താൻ ശ്രമിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, മറ്റു സുമനസ്സുകൾ. പണ്ടൊക്കെ അത്തം തുടങ്ങുമ്പോൾ തന്റെ മക്കൾ എല്ലാവരും പൂപറിക്കാനും മറ്റും ഓടി നടക്കുന്നത് വിഷമത്തോടെയാണ് ഇന്നും മാവേലി ഓർക്കുന്നത്. ഇങ്ങനെയുള്ള കേരളത്തെ അല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എങ്കിലും എല്ലാവരും ഈ വിഷമതകളിലും മാവേലിയെയും പൂക്കളത്തെയും വള്ളംകളിയെയും ഒക്കെ ഓർക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. അടുത്ത വർഷം ഇനി അങ്ങോട്ട് എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തിലും നന്മയും നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് അദ്ദേഹം യാത്രയായി. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
തുടികൊട്ടും പാട്ടുണ്ടേ നാടത്തിൻ മുറ്റത്ത് അടിയാളും നേരാളും സ്നേഹത്താൽ കൈകോർത്ത് പൊന്നു തമ്പിരാൻ ദൈവമായത കല്ലിടന്നവർ തീർത്തു അന്നാരം പാടിയുണർത്താൻ മണ്ണിന്റെ മക്കൾ നമ്മൾ എല്ലാവരും ചേർന്ന നാട് കുട്ടിനാട്. കൊടിയെ ചൊല്ല് പുള്ളിക്കുയിലാളെ ചൊല്ല് കുഞ്ഞമേനി വിളവേൽക്കാനോ 11 പടമടന്ന കോളടിക്കുന്നു. പച്ചോലക്കിളി മാത്രമാറാൻ പുത്രമൊന്നോടി പുത്തരിയൊന്നും മുമ്പേ നാലിലെത്തു നടക്കുന്നു. കതിരോല പന്തത് കെട്ടി പനയോല പായ വിരിച്ച് വണ്ണാത്തിക്കിളിയേ ഓ ഓ ഓ വണ്ണാത്തിക്കിളിയേ. മഴവീണു പാടം തകർന്നുവെന്ന തമ്പ്രാൻ കോപിച്ചു ചൊല്ലണ കേൾക്കണേ. തലപ്പുലയന ചതിയിലെന്ന കൈപ്പിഴ വന്നോ അണിയാറി കൊണ്ടുവരട്ടെ കവടി നിരത്താൻ. വരുത്തണം പാടത്തും മറ്റൊരു പൂജ വേണം. കുഞ്ചവരമ്പിലെ ദൈവത്തിൻ ചുവന്നെ കുയിൽ കുത്തിത്താടിത്തേരും കുത്തിവേണം കുഴവേണം കുരവ വേണം ഓതിത്തിത്താരാതിത്തേതകതേതോ വരവേൽക്കാൻ ആളും വേണം കൊടി തോരണങ്ങൾ വിജയസിലാണ് ഇതെല്ലാം പാടുന്നു ഞങ്ങൾ ഓതിത്തിത്താരാതിത്തേതകതേ ഓതിത്തിത്താരാതിത്തേതകതേ. അടുത്ത കറുത്ത ചിറകു വെച്ച് അലക്കിളികൾ കുതിച്ച് കുതിച്ച് പായും കുതിര പോലെ തോൽവിയെന്നറിയാതെ തല തട്ടാൻ അറിയാതെ കാവാലം ചുണ്ട ഇതാ ജയിച്ചു വന്നി തോൽവിയെന്നറിയാതെ തല തട്ടാൻ അറിയാതെ കാവാൻ ഞാനിതാ ജയിച്ചു വന്നി ചെമ്മക്കൂടം പള്ളി തിത്തിത്താതിത്തേര് വള്ളം കളി പെരുന്നാള് തിത്തിത്താതിത്തേര് അമ്പലപ്പുഴയിലിന്ന് ചുറ്റുവിളക്ക് തിത്തിത്താര ചെമ്പക്കൂടം പള്ളി പെരുന്നാള് വള്ളം കളി അമ്പലപ്പുഴയിൽ ഇന്ന് ചുറ്റുവിളക്ക് കുട്ടനാടം മുഞ്ചയിലെ കൊച്ചുകന്നെ കുയിലാളെ എട്ടു വേണം കുഴൽ വേണം കുരവ വേണം
principal, teachers, and my dear friends. On these special Onam days, we are all in our home due to the COVID-19 pandemic. Hope you are all safe. Today, I would like to talk about my favorite festival, Onam. Onam is a harvest festival celebrated mostly in Kerala, the month of August or September. Celebration lasts for 10 days. The legend says that Mahabali, the great king that once ruled Kerala, visits his people to take a stock about his kingdom. This boon was given him by Vamana, who sent it to Patala, due to the influence of Devas. The first day of Onam is Attam. In these days, we collect flowers and arrange them in circular shapes known as Pookalam. Many traditional games are played, like Vallamkali, Puligali, Vadambali. Another major attraction is swimming Unyal. Family members exchange gifts to each other. We get new dresses. I am very excited to get new dress and I am waiting for my favorite festival. Wishing you a happy Onam and thank you. Respected principal, teachers, and my dear friends. Good morning to you all. Myself, Jonathan Roshan John. I am studying in class 6A. Today, I am going to say some words about Onam festival. Onam is my favorite festival. Onam is the biggest and most important festival of our state, Kerala. It is a harvest festival and is celebrated with great joy and enthusiasm. Onam is celebrated at the beginning of the month of Chingam as per Malayalam calendar. According to modern calendar, Onam is celebrated on August or September. There are 10 days in Onam festival. The legend says that Mahabali, the great king who once ruled Kerala, visited his peoples during these days every year. The peoples welcomed him with beautiful pookalams or flower decorations in front of their houses. The children wake up early and pluck flowers from the nearby places to put pookalam. The celebrations include Vallamkali, Kadakali, Kaligottikali, Athachamayam and so on. The final day and the first day of Onam are the most important days of Onam. The final day of Onam is called Thiruvonam. On this day, the family gets together, gift exchanges and a traditional feast known as Onasadhya. Onam brings all colors, history and culture all together. The people buy new clothes and sweets on Onam. Onam comes once in a year, but joy remains in the mind of Malayalis until the next festival comes. But this Onam is to be limited inside home because of the COVID-19 pandemic situation. Wishing you all a happy Onam. Stay home, stay safe. Thank you. Good morning to all. Today I am going to say a few words about Onam. Onam or Thiruvonam usually held in August and September for 10 days. Originated in Kerala as a celebration to remember the rule of King Mahabali, a mythical king who ruled over Kerala. Events during Onam. Tripurata Athachamayam. On the first day of Onam, which is celebrated with grandeur and skill. Pugal. The floral decorations and arrangements. Puligali. Grand Tiger Dance. It is a recreational folk art from the state of Kerala. Vallangal. Vallangali is a traditional boat race in Kerala. Onasadhya.
Onasadya, the complete meal. It is a feast of Kerala originated and of importance to all Malayalis, consisting of variety of traditional vegetarian dishes. Thank you all. Respected teachers and my dear friends, today I am going to speak about our harvest festival of Kerala, Onam. Onam is the official state festival of Kerala since 1960. It is celebrated with joy and enthusiasm all over the state by Malayalis regardless of religion, caste or creed. According to a popular legend, the festival is celebrated to welcome King Mahabali, whose spirit is said to visit Kerala at the time of Onam. Onam is a 10-day long festival celebrated at the beginning of the month of Chingam, the first month of the Malayalam calendar Kollavarsha. This corresponds with the month of August to September according to Gregorian calendar. Of the 10 days, the first day Attam and the 10th day Tiruvonam are most important for all. Elaborate feasts known as Satyam, elegant dances, energetic games, elephants, boat race Vallankali, and concentric floral decorations Attapookalam are all part of this dynamic festival. People buy new clothes and sweets during the celebration of Onam. Popularity and presentation of rich culture of the state made Onam the official state festival of Kerala in 1961. Now we can celebrate Onam in this Corona season. Happy Onam to all. Thank you. പൊന്നോണം മുറ്റത്ത് വന്നേ വന്നേ തുമ്പപ്പൂന്നുള്ളാം പിച്ചിപ്പൂന്നുള്ളാം പൊന്നോണം മുറ്റത്ത് വന്നേ വന്നേ പൊന്നോണത്തുമ്പെ പാട്ടും മൂളി മലയാളം മുറ്റത്തിനോണം വന്നേ പൊന്നോണത്തുമ്പെ പാട്ടും മൂളി മലയാളം മുറ്റത്തിനോണം വന്നേ ചിന്നം വന്നേ പൊന്നോണം വന്നേ കുട്ടാലം പേരി ഓണം വന്നേ ചിന്നം വന്നേ പൊന്നോണം വന്നേ കുട്ടാലം പേരി ഓണം വന്നേ ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ഛന്മാർക്ക് വെപ്രാളം. ഓണസദ്യക്കുള്ള സാധനങ്ങൾ ഏൽപ്പിക്കണം. കാളനും നാരങ്ങാക്കറിയും മാങ്ങാക്കറിയും പുളിയിഞ്ചിയും തയ്യാറാക്കണം. ഓണം കൊള്ളാനുള്ള പങ്കപ്പാടുകൾ വേറെ. പൂവളയ്ക്കുള്ള ഉണക്കലരി വെള്ളത്തിലിടണം. ഉപ്പേരിയും ശർക്കര ഉപ്പേരിയും നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടാവും. അടുക്കളയിലെ മേളാങ്കത്തിന് ഇഴയിൽ വേണം ഓണക്കോടി തയ്ച്ചത് വാങ്ങിക്കൊണ്ടുവരാൻ. ഉത്രാടപ്പാച്ചിൽ ഒരൊന്നൊന്നര പാച്ചിൽ തന്നെയാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഉള്ള പാച്ചിലുണ്ടോ? തിരുവോണത്തിനന്ന് ടിവിയിൽ വരുന്ന സിനിമകൾ സമാധാനത്തോടെ ഇരുന്ന് കാണാൻ വേണ്ടി തലേദിവസം തന്നെ ഹോട്ടലിൽ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്നാണെങ്കിൽ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ ഉണ്ടല്ലോ. ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കകം പടിവാദിക്കാൻ സദ്യ എത്തും. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ഛന്മാർക്ക് വെപ്രാളം. ഓണസദ്യക്കുള്ള സാധനങ്ങൾ അടുപ്പിക്കണം. കാളനും മാങ്ങാക്കറിയും നാരങ്ങാക്കറിയും പുളിയിഞ്ചിയും തയ്യാറാക്കണം. ഓണം കൊള്ളാനുള്ള പങ്കപ്പാടുകൾ വേറെ. പൂവടയ്ക്കുള്ള ഉണക്കലരി വെള്ളത്തിലിടണം. ഉപ്പേരി വറക്കലും ശർക്കര ഉപ്പേരി ഉണ്ടാക്കലും നേരത്തെ ചെയ്തു വെച്ചിരിക്കും. അടുക്കളയിലെ മേളാങ്കത്തിനും ഇടയിൽ വേണം ഓണക്കോടി തയ്ച്ചത് വാങ്ങിക്കൊണ്ടുവരാൻ. ഉത്രാടം പാത്തിൽ ഒരു ഒന്നൊന്നര പാത്തിൽ തന്നെയാണ്.
പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പാച്ചിലുണ്ടോ? തിരുവോണത്തിന് ടിവിയിൽ വരുന്ന ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രങ്ങൾ സമാധാനമായിരുന്നു കാണാൻ ഓണസദ്യ തലേന്ന് തന്നെ ഹോട്ടലിൽ ബുക്ക് ചെയ്തു. ഇന്നാണെങ്കിൽ സൊമാറ്റോയും സ്വിഗ്ഗിയുമുണ്ട്. ഓർഡർ ചെയ്തത് മിനിറ്റുകൾക്കകം പടിവാതിൽക്കൽ സദ്യ എത്തും. കിട്ടുന്ന അവധി കാളനും ഓണനും എരിശ്ശേരി എന്നെല്ലാം പറഞ്ഞ് ആളുകൾ പകുഞ്ഞ് തീർക്കാൻ ആർക്കാണ് ആഗ്രഹം? നമസ്കാരം, ഞാൻ അബിക എൻ മാത്യു, കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ ഓണച്ചൊല്ലായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോറിന് കുമ്പിളിൽ കഞ്ഞി തന്നെ എന്നതാണ്. ചിങ്ങമാസത്തിലെ തിരുവോണവും ആൺകുട്ടിയുടെ പിറവിയും ആഘോഷിക്കുന്ന കേരളീയരുടെ പതിവാണ് ഈ പഴഞ്ചൊല്ലിന് പിന്നിൽ. കോരൻ എന്നാൽ ദരിദ്രൻ എന്ന് വിവക്ഷ. ദരിദ്രൻ എന്നും ദരിദ്രൻ തന്നെ എന്നാണ് ഈ പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓണം പോലുള്ള ആഘോഷങ്ങളോ കുട്ടി പിറക്കുന്നത് പോലുള്ള വിശേഷ അവസരങ്ങളോ പണമില്ലാത്തവന് പ്രത്യേകമായി ഒന്നും നൽകുന്നില്ലെന്നാണ് ഈ പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്. വീട്ടുമുറ്റത്ത് കുഴികുത്തി ഇലയിട്ട് അടിയാന്മാർക്ക് കഞ്ഞി കൊടുത്തിരുന്ന സമ്പ്രദായത്തെയും ഈ പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കുമുട്ടില്ല താനും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് കാണുവാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഇല്ല പാരിൽ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, വെള്ളിക്കൊലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി, തുല്യമായി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കള്ളപ്പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, പൊളിവചനം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും. മാവേലി നാടുവാണിടും കാലം
ആമോദത്തോടെ വസിക്കും കാലം ആവത്തെന്നാക്കും ഒട്ടില്ലാതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം നല്ല മഴ പെയ്യും വീണ്ടും നേരം നല്ല പോലെല്ലാ വിളവും ചേരും വൈദ്യർ വേദവും സംഗീതവും യാതൊരു കർമ്മം മുടങ്ങിടാതെ നല്ലവരല്ലാതെ ഇല്ല പാടിൽ ഭൂലോകമൊക്കെയും ഒന്നുപോലെ നാരിമാർ ബാലന്മാർ മറ്റുള്ളവരും ആമോദത്തോടെ വസിക്കും കാലം മാവേലി നാടുവാണിടും മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തിൽ കാക്കും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആവർത്തങ്ങാർക്കും മുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാ